എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായി മുട്ടയും റവയും ചേർത്ത് തയ്യാറാക്കിയ മധുരമുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര കൂടുതലായി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ട് ഈ മുട്ടയും പഞ്ചസാരയും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും വരെ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റവയാണ്. 1 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ചേർത്തിട്ടുള്ള മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കേണ്ട റവയുടെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് റവ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/4 കപ്പ് റവ ഇതിലേക്കൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള മാവാണ്. നമുക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള റവ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ആകെ 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിലെടുത്ത് ഒഴിക്കുമ്പോൾ കട്ടിയായിട്ട് വീഴുന്ന തരത്തിൽ കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ റവ മുട്ടയിലൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. 2-3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റവ കുതിർന്ന് കഴിയുമ്പോൾ കൂടുതൽ തിക്കാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ സ്പൂണിലെടുത്ത് കോരി ഒഴിക്കുമ്പോൾ സ്പൂണിൽ നിന്ന് വിട്ട് കിട്ടാത്ത വിധത്തിൽ കൂടുതൽ തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ 1-2 ടീസ്പൂൺ പാലൊഴിച്ച് നമുക്കത് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് 2-3 തവണയായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഏതൊരു വെജിറ്റബിൾ ഓയിലിലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ റവ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോവിനും ഇടയിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ സ്പൂണായി എടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്യാതെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പാത്രത്തിൽ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിലുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇതുപോലെ ഓയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്ത് വളരെ കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ കളർന്ന് മാറി തുടങ്ങും. ഒരുപാട് കളർ മാറാനായി വെയിറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കൂടി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റിനുള്ളിൽ തന്നെ 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അധിക സമയം വെളിച്ചെണ്ണയിലിട്ട് സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുത്താതെ ഉടനെ തന്നെ വെളിച്ചെണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള ഈ വെളിച്ചെണ്ണയിലേക്ക് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാതെ ബാക്കിയുള്ള മാവ് കൂടി ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റവയും മുട്ടയും ചേർത്ത് തയ്യാറാക്കിയ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അധികം തണുത്ത് പോവാതെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്